ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എയിംസ് ഫാർമസിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 20 ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഒരു ബാലൻസ് 20 ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങൾക്കറിയാം എന്താണ് നെക്സ്റ്റ് മന്ത് 24-25 ഏതെങ്കിലും ഡേറ്റിൽ നമുക്ക് എയിംസ് CRE ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ വരികയാണല്ലേ. സോ അതിനുവേണ്ടി നമ്മൾ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസാണ് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ നമ്മുടെ ചാനലിൽ നമ്മൾ കേരള PSC LSTD എക്സാമിനേഷനും അതുപോലെ തന്നെ നമുക്ക് വരുന്ന എല്ലാ അപ്കമിങ് ആയിട്ടുള്ള കേരള PSC എക്സാമോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റ് എക്സാമിനേഷനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി ജോബ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഗിവൺ ഡിസീസ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ഫംഗെ. സോ ഫംഗെ കോസ് ചെയ്യാത്ത ഡിസീസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ നോട്ട്, എക്സെപ്റ്റ് ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ നോട്ട്, എക്സെപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുക, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഫംഗെ കോസ് ചെയ്യാത്ത ഡിസീസ്? അതായത് ഇവിടെ എന്തൊക്കെയാണ്? ദോബി ഇച്ച്, ഫിലേറിയാസിസ്, റിംഗ് വോം, അത്ലറ്റ്സ് ഫുഡ്സ്. സോ ഇത് നമുക്ക് ഈസി ക്വസ്റ്റൻ ആണ് അല്ലേ. ഫിലേറിയാസിസ് ആണ് വരുന്നത്. അത് നെമറ്റോഡ്സ് ഉണ്ടാക്കുന്ന ഡിസീസാണ് ഫിലേറിയാസിസ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ മോസ്കിറ്റോസ്. ബാക്കി 3 ഓപ്ഷൻസും ഫംഗൽ ഡിസീസസ് ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ലോക്കൽ ആപ്ലിക്കേഷൻ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ? സോ ലോക്കൽ ആപ്ലിക്കേഷൻ റൂട്ടായിട്ട് വരാത്തത് ഏതാണ്? ഇൻസേർഷൻ, ഇൻഹലേഷൻ, ഇൻസ്റ്റിലേഷൻ, ലോഷൻസ്. സോ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഇൻസേർഷൻ. നമുക്കറിയാം റെക്ടൽ സപ്പോസിറ്ററീസും ഒക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും അല്ലേ. അതുപോലെ ഇൻഹലേഷൻ എന്ന് പറഞ്ഞ റൂട്ട് നമുക്കറിയാം. ഇൻസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇയർ ഡ്രോപ്പ്, ഐ ഡ്രോപ്പ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇൻസ്റ്റിലേഷൻ റൂട്ടാണ് വരുന്നത്. ലോഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിൽ ലോക്കൽ റൂട്ട് അല്ലാത്തത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ 2 അല്ലേ, ഇൻഹലേഷനാണ് വരുന്നത്. കാരണം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ ഇൻഹലേഷൻ എന്ന് പറയുമ്പോൾ ലോക്കൽ അല്ലേ എന്ന്. പക്ഷേ ഇൻഹലേഷൻ റൂട്ട് നമുക്ക് ലോക്കലും സിസ്റ്റമിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് നമുക്കറിയാം ചില ഡ്രഗ്സിലേക്ക് വോളറ്റൈൽ അനസ്തെറ്റിക്സോ നിക്കോട്ടിൻസോ ഇതൊക്കെ നമുക്ക് സിസ്റ്റമിക് അബ്സോർപ്ഷൻ ആണല്ലേ. സോ ഇതൊരു സെപ്പറേറ്റ് റെസ്പിറേറ്ററി റൂട്ട് എന്ന് പറയുന്ന റൂട്ടായിട്ടാണ് വരുന്നത്. സോ ഇൻഹലേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ലോക്കൽ റൂട്ടായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബാക്കി 3 ഓപ്ഷൻസും നമുക്ക് എന്താ ലോക്കൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ സെക്കൻഡാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മെനിഞ്ചസ് ആർ 3 തിൻ മെംബ്രെയിൻസ് ദാറ്റ് പ്രൊട്ടക്ട് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദം? സോ മെനിഞ്ചസിൻ്റെ ലെയർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ മീഡിയൻ സൾക്കസ്, അരക്കനോയിഡ് മെംബ്രെയിൻ, ഡുറാമാറ്റർ, പയാമാറ്റർ. സോ മെനിഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ലെയേഴ്സ് ഉണ്ട് അല്ലേ. അത് അല്ലാത്തത് ഏതാണ് വരുന്ന ഓപ്ഷൻ 1 ആണ് മീഡിയൻ സൾക്കസ്. ഈ ബാലൻസ് 3 പാർട്സും അതായത് നമുക്കറിയാം മെനിഞ്ചസിൻ്റെ ലെയേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഏറ്റവും ഔട്ടർ ലെയർ ഏതാണ്? ഡുറാമാറ്റർ. ഏറ്റവും ഔട്ടർ ലെയർ ഏതാണ്? ഡുറാമാറ്റർ ആണ് വരുന്നത്. നടുക്കത്തെ ലെയറാണ് അരക്കനോയിഡ് മാറ്റർ എന്ന് പറയുന്നത്. ഇന്നർ ലെയറാണ് പയാമാറ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഡുറാമാറ്ററിൻ്റെ ഔട്ടർ പോർഷൻ നമുക്ക് എന്താണ് വരുന്നത്? സ്കള്ളാണല്ലേ. സോ ഇതിന് ഇടയ്ക്കുള്ള ഈ സ്പേസ് നമുക്ക് എന്ത് വിളിക്കാം? എപ്പിഡ്യൂറൽ സ്പേസ്. ഓക്കെ, ഈ സ്പേസ് നമുക്ക് എന്ത് വിളിക്കാം? എപ്പിഡ്യൂറൽ സ്പേസ്. ഈ ഡുറാമാറ്ററിനും അരക്കനോയിഡ് മാറ്ററിനും ഇടയ്ക്കുള്ള ഈ സ്പേസ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഓക്കെ, ഈ സബ്ഡ്യൂറൽ സ്പേസ് എന്നാണ് വരുന്നത്. ഓക്കെ, ഈ 2 സ്പേസ് അതായത് ഈ സ്പേസ് അരക്കനോയിഡ് മാറ്ററിനും പയാമാറ്ററിനും ഇടയ്ക്ക് വരുന്ന സ്പേസ് നമുക്ക് എന്ത് വിളിക്കാം? സബ് അരക്കനോയിഡ് സ്പേസ് നമുക്ക് വിളിക്കാം. സോ ഞാനിത് പറഞ്ഞെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസിൽ അങ്ങനെയും കണ്ടിട്ടുണ്ട്. അതായത് അരക്കനോയിഡ് മാറ്റർ പയാമാറ്ററിന് ഇൻ ബിറ്റ്വീനുള്ള ആ സ്പേസിന് എന്ത് വിളിക്കാം? സോ ആ ഒരു സ്പേസിൻ്റെ ആ നെയിം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് ബയോ എത്തിക്സിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ദ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓർ കോഡ്സ് ഡിസൈൻഡ് ഫോർ ദ മെഡിക്കൽ പ്രൊഫഷൻ. സോ ഇത് മെഡിക്കൽ എത്തിക്സ് ഒന്നല്ല ചോദിച്ചിരിക്കുന്നത്, ബയോ എത്തിക്സ് ആണ് കേട്ടോ. അതിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ഒറിജിൻ ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ ദ സ്പെസിഫിക്കേഷൻ ഓഫ് റൈറ്റ് ആൻഡ് റോങ് ബിഹേവിയർ. അടുത്തെന്താണ്? ദീസ് ആർ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓർ കോഡ്സ് ഫോർ മെയിൻറ്റെയിനിങ് നോർമൽ ലീവ്ലിഹുഡ്.
ഇറ്റ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് മോറൽ ബിലീഫ്സ് ഓഫ് ദ പീപ്പിൾ. സോ ഇതിൽ ബയോ എത്തിക്സിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് വരുന്നത്. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓർ കോഡ്സ് ഫോർ മെയിൻറ്റെയിനിങ് നോർമൽ ലിവ്ലിഹുഡ്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്നത്. ഇത് എയിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ പറയുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുക. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഡ്രം ഡ്രയർ. ഡ്രം ഡ്രയറിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ, ദിസ് മെത്തേഡ് ഗീവ്സ് റാപ്പിഡ് ഹീറ്റ് ഡ്രൈയിങ് ആൻഡ് മാസ് ട്രാൻസ്ഫർ. സോ ഇത് കറക്റ്റ് ഫീച്ചർ അല്ലേ? അതെ. അടുത്ത എന്താണ്, ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഡ്രൈഡ് ആൻഡ് ഇൻ ദ ഫൈനൽ ഫോം. സോ ഡ്രം ഡ്രയറിൽ വരുമ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഡ്രൈഡ് ഫോമിലായിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത് ഫൈനലായിട്ട് വരുന്ന പ്രൊഡക്റ്റ് അല്ലേ. അത് ശരിയാണ്. അടുത്തെന്താണ്, ലോഡിങ് ആൻഡ് അൺലോഡിങ് ക്യാൻ ബി ഡൺ വിത്തൗട്ട് ലോസസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം നമുക്കിവിടെ ലോസസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഡ്രം ഡ്രയറിൽ ഒരു ലോസസ് ഉണ്ടാവുന്നുണ്ട്. ലോഡിങ് സമയത്തും അൺലോഡിങ് സമയത്തും ലോസ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സ്ക്രാപ്പിംഗ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കിംഗ് ഒക്കെ വഴിയൊക്കെ ലോസസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഓപ്ഷൻ ഇതാണ് നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തെന്താണ്, ഹീറ്റിംഗ് ടൈം ഈസ് ഷോർട്ട് ബീങ് ഓൺലി എ ഫ്യൂ സെക്കൻഡ്സ്. അത് കറക്റ്റാണ് അല്ലേ. സോ ഇവിടെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 3 ആണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫേസ് 3 ഓഫ് ഹീലിംഗ് ഇൻ അൺകോംപ്ലിക്കേറ്റഡ് സർജിക്കൽ വൂൺസ്. സോ ഹീലിങ്ങിന് കുറച്ച് ഫേസസ് ഉണ്ട്. അതിൽ ഫേസ് 3 ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീലിംഗ് സ്റ്റേജ്, ഹീമോസ്റ്റാസിസ് സ്റ്റേജ്, ഇൻഫ്ലമേറ്ററി സ്റ്റേജ്, പ്രോലിഫറേഷൻ സ്റ്റേജ്. സോ നമുക്ക് ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രോലിഫറേഷൻ സ്റ്റേജാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഹീമോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹീലിംഗ് നടക്കുക. അതായത് നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നമുക്ക് എന്താ സംഭവിക്കുക, ഹീലിംഗ് ഉണ്ടാവണം അല്ലേ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഹീമോസ്റ്റാസിസ് സ്റ്റേജ് നമ്മൾ പറയുന്നത്. ഹീമോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ അതിൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും, നമുക്ക് ക്ലോട്ടൊക്കെ ഫോം ചെയ്യും, അങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. സെക്കൻഡ് സ്റ്റേജാണ് ഇൻഫ്ലമേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഇമ്മ്യൂൺ സെൽസ് മൈഗ്രേറ്റ് ചെയ്യും, നമ്മുടെ ഡെബ്രിസ് ക്ലിയർ ചെയ്യും, അങ്ങനത്തെ ഒക്കെ വരുന്നത്. തേർഡ് സ്റ്റേജാണ് പ്രോലിഫറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് അതായത് ഫൈബ്രോബ്ലാസ്റ്റസ് ഒക്കെ കൊളാജൻ ഡെപ്പോസിഷൻസ് ഒക്കെ ഉണ്ടാകുക, ആൻജിയോജെനസിസ് നടക്കുക, അതായത് ബ്ലഡ് വെസൽസ് ഫോം ചെയ്യും, കൊളാജൻ ഡെപ്പോസിറ്റ് ചെയ്യും, അങ്ങനെ പ്രോലിഫറേഷൻ നടക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റേജ്. ഇനി ഫോർത്ത് സ്റ്റേജ് എന്നുള്ളൊരു ഫോർത്ത് സ്റ്റേജ് കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് റീമോഡലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ റീമോഡലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യും, ഉണ്ടായ ടിഷ്യൂസിൻ്റെ ഒന്ന് സ്ട്രെങ്തനിങ് ഓഫ് ടിഷ്യൂസ് അടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഞാൻ അതുകൂടെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are the key principles of a damage assessment survey? സോ ഡാമേജ് അസസ് ചെയ്യുന്ന സർവേയുടെ കീ പ്രിൻസിപ്പിൾസ്: ലിസൺ, അണ്ടർസ്റ്റാൻഡ്, ലുക്ക്, ആക്ഷൻ. സോ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കീ പ്രിൻസിപ്പിൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയാം ഡാമേജ് അസസ് ചെയ്യുന്ന ഒരു സർവേ ആണല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഡാമേജ് ഉണ്ടായി, എന്തെങ്കിലും ഒരു ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു, ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമുക്കത് അവിടെ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കണം, ലിസൺ ചെയ്യണം അല്ലേ. എന്താണ് പ്രോബ്ലം എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അവിടെ നമ്മൾ ലുക്ക് ഉണ്ടാവണം. പക്ഷേ അവിടെ ആക്ഷൻ എന്നുള്ള സംഭവം വരുന്നുണ്ടോ? ഇല്ല. അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാമേജ് എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ആക്ഷൻ എന്നുള്ള സംഭവം വരുന്നില്ല, അതിന് ശേഷമാണ് വരുന്നത് അല്ലേ. സോ 1, 2, 3 ആണ് അവിടെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. 4 അതിൽ വരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലോങ് തിൻ സിലിണ്ട്രിക്കൽ റോഡ്സ് യൂഷ്വലി 1 to 2 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ ഫൗണ്ട് ഇൻ ദ സ്കെൽറ്റൽ മസിൽ. സോ സ്കെൽറ്റൽ മസിലിൽ കാണപ്പെടുന്ന ലോങ് തിന്നായിട്ടുള്ള സിലിണ്ട്രിക്കൽ റോഡ്സ് 1 to 2 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ളതിൻ്റെ പേരെന്താണ്? മയോഫൈബ്രിൽസ്, സാർക്കോപ്ലാസം, സ്കെൽറ്റൽ മസിൽ ഫൈബർ, സാർക്കോലെമ്മ. സോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്ന മയോഫൈബ്രിൽസ് ആണ് കേട്ടോ. അതാണ് നമുക്ക് ലോങ് സിലിണ്ട്രിക്കൽ തിന്നായിട്ടുള്ള റോഡ്സ് ആയിട്ടുള്ള ഒരു ഫൈബർ അല്ലേ, മയോഫൈബ്രിൽസ് എന്ന് പറയുന്നത്. സാർക്കോപ്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈറ്റോപ്ലാസം ഓഫ് മസിൽ സെല്ലാണ്. സ്കെൽറ്റൽ മസിൽ ഫൈബർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒത്തിരി മയോഫൈബ്രിൽസ് തമ്മിൽ കൂടിയിട്ടാണ് ഒരു സ്കെൽറ്റൽ മസിൽ ഫൈബർ ഉണ്ടാവുന്നത്. ഓക്കെ, അത് കുറച്ച് ഒത്തിരി മയോഫൈബ്രിൽസ് കൂടിയിട്ടുണ്ടാവുന്നതാണ്. അത് തിന്നായിട്ടുള്ള ഒരു ഇതല്ല. ഇതാണ് 1 to 2 മൈക്രോമീറ്റർ ഡയമീറ്ററുള്ള തിന്നായിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട്, ഏറ്റവും ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സാർക്കോലെമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇത് സൈറ്റോപ്ലാസം ആണ്, ഇത് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് മസിൽ സെൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബ്രോൺസ്റ്റഡ് ലൗറി ആസിഡ്സ് ആൻഡ് ബേസസ്. സോ അതിൽ ബ്രോൺസ്റ്റഡ് ലൗറിയുടെ ആസിഡ് ബേസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് an acid is a proton donor and base is a proton acceptor. ശരിയല്ലേ? ഇത് ശരിയാണ് അല്ലേ? അടുത്തെന്താണ്? ഇറ്റ് അപ്ലൈസ് ടു ഓൺലി അക്വ സൊല്യൂഷൻസ്. നമുക്കറിയാം ബ്രോൺസ്റ്റഡ് ലോറി ആസിഡ് ബേസ് കൺസെപ്റ്റ് പഠിക്കുമ്പോൾ അത് അക്വ സൊല്യൂഷനിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, നോൺ അക്വ സൊല്യൂഷനും അക്വ സൊല്യൂഷനിലേക്ക് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇത് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ റോങ് ആണല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് റിമൂവ്സ് ദ റോൾ ഓഫ് സോൾവെൻറ്റ് ആൻഡ് അലൗ ദ ബേസസ് ലൈക്ക് അമോണിയ ആൻഡ് ഫ്ലൂറൈഡ് അയോൺസ് to be classified as bases as long as they bond to protons. സോ അമോണിയ ആൻഡ് ഫ്ലൂറൈഡ് അയോൺസ് പോലത്തെ അതിനൊക്കെ നമുക്ക് അതിൻ്റെ റോൾസ് അതിനോട് നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് ഈ ബ്രോൺസ്റ്റഡ് ലോറി ആസിഡ് ബേസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിൻ്റെ നമുക്ക് ഈ ഇങ്ങനത്തെ കുറേ ഡറീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ ഒരു ലൂയിസ് കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് 1ഉം 3ഉം ആണ് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 2 ആണ് അതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് മെഷർ ദ കപ്പാസിറ്റി ആൻഡ് പൊട്ടൻഷ്യാലിറ്റി ഫോർ ലേണിംഗ് ദ സ്കിൽസ് റിക്വയർഡ് ഫോർ ദ ജോബ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ജോബ് ടെസ്റ്റ്. സോ ഇതിൽ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി നമുക്കൊരു പഠിച്ചെടുക്കാനുള്ളൊരു കഴിവിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയും കപ്പാസിറ്റിയും ഒക്കെ മനസ്സിലാക്കുന്നത് ഏത് ടെസ്റ്റാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ ദി FDA ദ സസ്പെക്റ്റഡ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഫോർ എ ന്യൂ ഡ്രഗ് ഷുഡ് ബി ഡോക്യുമെൻറ്റഡ് വിത്തിൻ ഹൗ മെനി ഇയേഴ്സ് ഓഫ് ഇറ്റ്സ് എൻട്രി ഇൻ ടു ദ മാർക്കറ്റ്? സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഒരു പുതിയ ഡ്രഗ് മാർക്കറ്റ് നമുക്കറിയാം, അതിൻ്റെ ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ നമ്മൾ എത്ര വർഷത്തേക്ക് ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കണം? 3 years. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ആൻസർ വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ of their bioavailability and mark the correct answer. compressed tablet, solution, capsules and suspension. സോ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബയോഅവൈലബിലിറ്റി എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഡ്രഗ് എൻറ്റേഴ്സ് ഇൻ ടു സിസ്റ്റമിക് സർക്കുലേഷൻ ഇൻ ദ അൺചേഞ്ച്ഡ് ഫോം അല്ലേ. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഏത് ഫോർമുലേഷനിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് അൺചേഞ്ച്ഡ് ഫോമിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നത്, ഏറ്റവും മാക്സിമം എത്തുന്നത് ഏതിനാണ്? നമുക്കറിയാം ഇറ്റ് ഈസ് ഫോർ സൊല്യൂഷൻ അല്ലേ, സൊല്യൂഷനാണ് വരിക. സോ ഇതിൽ സൊല്യൂഷനാണ് ഏറ്റവും ഈ ഓപ്ഷനും ഫസ്റ്റത്തെ നമുക്ക് എന്താണ് സൊല്യൂഷനാണ് വന്നിരിക്കുന്നത്. അടുത്ത സസ്പെൻഷൻ, കംപ്രസ് ടാബ്ലറ്റ്, ക്യാപ്സൂള്, സസ്പെൻഷൻ, കംപ്രസ് ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് സൊല്യൂഷൻ കഴിഞ്ഞാൽ നമുക്കറിയാം സസ്പെൻഷനാണ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി, പിന്നെ ക്യാപ്സൂള്, പിന്നെ ഏറ്റവും കുറവാണ് കംപ്രസ്ഡ് ടാബ്ലറ്റ് കമ്പയർഡ് ടു ദിസ് അല്ലേ. സോ നമ്മൾക്ക് ഇതിലെ ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ബയോഅവൈലബിലിറ്റി ടേമിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ, അതായത് നമ്മൾക്കിതിനെ മാർക്ക് ചെയ്യുമ്പോൾ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ബയോഅവൈലബിലിറ്റി ടേമിൽ പറയുമ്പോൾ സൊല്യൂഷനാണ് ഏറ്റവും കൂടുതൽ ബയോഅവൈലബിലിറ്റി ഉള്ളത്, പിന്നെ സസ്പെൻഷനാണ്, പിന്നെ ക്യാപ്സൂളാണ് ഏറ്റവും കുറവുള്ളത്, കംപ്രസ്ഡ് ടാബ്ലറ്റ്സിനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് കറക്റ്റ്ലി ഡെപ്പിക്ട് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് 2-butanol? ഓക്കെ, സോ 4 സ്ട്രക്ചേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ബ്യൂട്ടനോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 4 കാർബൺ ആറ്റം ഉണ്ടാവണമല്ലോ. ഇവിടെ 3 കാർബൺ ആറ്റം, അപ്പോൾ ഈ 2 ഓപ്ഷൻ തെറ്റാണ് അല്ലേ. ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട്. 2-butanol ആണ് ചോദിച്ചിരിക്കുന്നത്. 2 എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ CH2 ഗ്രൂപ്പ് വന്നേക്കുന്നത്, ഇവിടെ CH വന്നിട്ടുണ്ട് അല്ലേ, വ്യത്യാസം. സോ കാർബണിൻ്റെ ബാലൻസ് 4 ആണ് അല്ലേ. സോ ഇത് റോങ് ആണ്, ഇത് കറക്റ്റാണ് അല്ലേ. രണ്ടാമത്തെ പോസ്റ്റ് 1, 2 2-butanol അല്ലേ, കറക്റ്റാണ്. സോ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോൾ അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് മിസ്ബ്രാൻഡഡ് ഡ്രഗ്സ്? സോ മിസ്ബ്രാൻഡഡ് ഡ്രഗ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. നമുക്ക് അതിൻ്റെ മിസ്ബ്രാൻഡഡ് സ്പ്യൂരിയസ്, അഡൾട്രേറ്റഡ് മെഡിക്കേഷൻസ് ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് അറിഞ്ഞിരിക്കണം. ഇത് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ അറിയെങ്കിൽ. ഓക്കെ, ആദ്യത്തെ ഡെഫിനിഷൻ നോക്കാം. If its label, container or anything accompanying the drug bears any statement, design or device which makes any false claim for the drug or is false or misleading in any particular. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, മിസ്ബ്രാൻഡഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനേഷനിൽ വരുന്നതാണല്ലോ. അതെ. If it is an imitation of or in a substitute for another drug or resembles another drug in a manner likely to deceive or bears upon its label or container the name of another drug. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, if it is not labeled in the prescribed manner.
if it is so colored, coated, powdered or polished that damage is concealed, or if it is made to appear of better or greater therapeutic value than it really is. സോ ഇതിലേതാണ് റൈറ്റ് ആൻസർ? നമുക്കിത് ഡെഫിനേഷൻ അറിയെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടൂലേ. സോ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? സെക്കൻഡാണ്. സെക്കൻഡ് വന്നിരിക്കുന്ന ഓപ്ഷൻ, സെക്കൻഡ് തന്നിരിക്കുന്നത് സ്പ്യൂരിയസ് ഡ്രഗിൻ്റെ ഡെഫിനേഷനാണ്, സ്പ്യൂരിയസ് മെഡിക്കേഷൻ്റെ ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. ബാക്കി 3, 1, 3, 4 ഈ 3 ഓപ്ഷനും മിസ്ബ്രാൻഡ് ഡ്രഗിൻ്റെ ഡെഫിനേഷനാണ്. സോ ഇതിൽ ഡസ് നോട്ട് ഫോൾ അണ്ടർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്. അത് മിസ്ബ്രാൻഡ് ഡ്രഗിൻ്റെ ഡെഫിനേഷനല്ല, സ്പ്യൂരിയസിൻ്റെ ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following components in a tablet are intended to promote flow of granules or powder material by reducing the friction between the particles? Flow of granules അല്ലെങ്കിൽ പൗഡേഴ്സിൻ്റെ ഫ്ലോ ഓഫ് കൂട്ടുന്ന ഏതാണ് കമ്പോണൻ്റ് ഏതാണ്? അഡ്ഹസീവ്സ്, ഡിസിൻറ്റഗ്രൻസ്, ഗ്ലൈഡൻസ് ആൻഡ് ഡൈലുവൻസ്. സോ ഫ്ലോ ഓഫ് ഗ്രാനുൾസിൻ്റെ കൂട്ടുന്നത് ഏതാണ്? ഗ്ലൈഡൻസ് അല്ലേ. അഡ്ഹസീവ്സ് അല്ല, അഡ്ഹസീവ്സ് ബൈൻഡേഴ്സ് ആണ് അല്ലേ. അത് ഇൻക്രീസ് ദ കോഹഷൻ ഓഫ് ഗ്രാനുൾസ്. ഈ ഡിസിൻറ്റഗ്രൻസ് എന്താണ്? അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ഡൈലുവൻസ് എന്ന് പറഞ്ഞാൽ ബൾക്ക് കൂട്ടുന്നത്. സോ ഇവിടെ നമുക്ക് വരുന്നത് ഗ്ലൈഡൻ ആണ് കേട്ടോ. Which of the following types of the drug dramatically affect perception, emotion and mental process? ഹാലുസിനോജൻസ്, സ്റ്റിമുലൻസ്, നാർക്കോട്ടിക് അനാൾജസിക്സ്, ഡിപ്രസൻസ്. സോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പെർസെപ്ഷൻ, നമ്മുടെ ഇമോഷൻ, നമ്മുടെ മെൻ്റൽ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതാണ്? ഹാലുസിനോജൻസ് ആണ്. സ്റ്റിമുലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സ്റ്റിമുലൻസ് നമ്മുടെ അലർട്ട്നെസ് കൂട്ടും, എനർജി കൂട്ടും, അതാണ് വരെ. പക്ഷേ നമ്മുടെ മെൻ്റൽ പ്രോസസ്സിനെയോ അല്ലെങ്കിൽ ഇമോഷനെയോ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. നാർക്കോട്ടിക് അനാൾജസിക് എന്താണ്? നമ്മുടെ പെയിൻ അല്ലേ, പെയിന് വേണ്ടിയിട്ട് നമ്മൾ നാർക്കോട്ടിക് അനാൾജസിക്. ഡിപ്രസൻസ് ചെയ്യാൻ ഡിപ്രസൻസ് അതല്ല അല്ലേ. സോ നമുക്കിതിൻ്റെ ഓപ്ഷൻ എ ആണ് അല്ലെങ്കിൽ 1 ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, which of the following is not a function of connective tissue found in the human body? ഹ്യൂമൻ ബോഡി കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? It provides immunity to the body. It provides support and protect the body and its organs. It stores energy as reserved fat. It initiate and transmit action potential that help കോർഡിനേറ്റ് ബോഡി ആക്ടിവിറ്റീസ്. സോ ഇത് നമുക്ക് ഈസി ആണല്ലേ. 4th 1 ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ അല്ലാതെ വരുന്നത്. ബാക്കി 3ഉം കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്. 4th 1 ഏതാണ്? നെർവസ് ടിഷ്യൂവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേഷനും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന എവിടെയാണ്? നെർവസ് ടിഷ്യൂസിലാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ടെസ്റ്റിംഗ് പ്രോസസ് ഡിഫൈൻസ് എ പ്രോസസ് യൂസ്ഡ് ബൈ ദി ഡ്രഗ് മാനുഫാക്ചർ ടു ഡിറ്റർമൈൻ ഇഫ് ബാക്ടീരിയൽ ടോക്സിൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ വാക്സിൻസ് ആൻഡ് ഡ്രഗ് ദാറ്റ് മൈറ്റ് കോസ് ഫീവർ വെൻ യൂസ്ഡ് ഇൻ ഹ്യൂമൻസ്? പൈറജൻ ടെസ്റ്റിംഗ്, ലീക്കേജ് ടെസ്റ്റ്, സ്റ്റെറിലിറ്റി ടെസ്റ്റ്, ക്ലാരിറ്റി ടെസ്റ്റ്. സോ നമുക്ക് ബാക്ടീരിയ ടോക്സിൻസിൻ്റെ പ്രസൻസ് നമ്മുടെ വാക്സിനിലുണ്ടോ, അത് ചിലപ്പോൾ ഫീവർ ഉണ്ടാക്കും നമുക്കത് അങ്ങനത്തെ ടോക്സിൻസ് അഡ്മിനിസ്റ്റർ ചെയ്താൽ. അങ്ങനത്തെ കാര്യങ്ങൾ ഏത് ടെസ്റ്റ് വഴിയാണ് മനസ്സിലാക്കുന്നത്? പൈറജൻ ടെസ്റ്റിംഗ് വഴിയാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is an acute form of exudative inflammation in which enzymes produced by the white blood cells cause liquefaction of the affected tissue resulting in the formation of pus? സോ പസ് ഉണ്ടാവുന്ന ഏത് ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷനാണ് പസ് ഫോം ചെയ്യുന്നത്? അത് എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ലിക്വിഫാക്ഷൻ ഓഫ് ദ അഫക്റ്റഡ് ടിഷ്യൂ ഉണ്ടാക്കിയിട്ട് പസ് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ നമ്മൾ എന്താണ് പറയുന്നത്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സിറസ് ഇൻഫ്ലമേഷൻ ആണോ, ഫൈബ്രിനസ് ഇൻഫ്ലമേഷൻ ആണോ, അൾസറേറ്റീവ് ഇൻഫ്ലമേഷൻ ആണോ, സപ്പുറേറ്റീവ് ഇൻഫ്ലമേഷൻ ആണോ? സോ ഇവിടെ നമുക്കറിയാം പസ് ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സപ്പുറേറ്റീവ് ഇൻഫ്ലമേഷൻസ്. ഓക്കെ, സപ്പുറേറ്റീവ് ഇൻഫ്ലമേഷൻ ആണ് നമുക്ക് എന്ത് പറയുക? പസ് ഫോർമേഷൻസ് വരുന്ന ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ സീറസ് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ, അതിൽ നമുക്ക് ക്ലിയർ ഫ്ലൂയിഡ് ആയിരിക്കും, പസ് അല്ലായിരിക്കും. ഓക്കെ, ഫൈബ്രിനസ് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈബ്രിൻ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷനാണ്. അൾസറേറ്റീവ് ഇൻഫ്ലമേഷൻ നമുക്ക് അൾസർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മുടെ ടിഷ്യൂവിൻ്റെ സർഫസിൽ നമുക്ക് എന്താ ടിഷ്യൂവിൻ്റെ സർഫസ് നഷ്ടപ്പെട്ട് അങ്ങനെ അൾസർ ഫോം ചെയ്തിരിക്കുന്ന ഇൻഫ്ലമേഷനാണ് അൾസറേറ്റീവ് ഇൻഫ്ലമേഷൻ നമ്മൾ പറയുന്നത്. സപ്പുറേറ്റീവ് ഇൻഫ്ലമേഷനാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? പസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 20 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഒത്തിരി വീഡിയോ ലെങ്ത് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീഡി ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ? സോ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദീസ് ബാങ്ക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദി RBI Act 1934.
These banks are not always required to submit all the returns about their financial affairs to the RBI. These banks can get financial help from RBI by borrowing against approved securities or discounting bills. സോ ഇതിൽ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. RBI ആക്ട് 1934 കേട്ടോ. ആ ആക്ട് പ്രമാണം അനുസരിച്ചിട്ടാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെഡ്യൂളിൽ. ഓക്കെ, ഈ ബാങ്ക് നോട്ട് ഓൾവേസ് റിക്വയർഡ് ടു സബ്മിറ്റ് ഓൾ ദ റിട്ടേൺ അബൌട്ട് ദ ഫിനാൻഷ്യൽ. അപ്പോൾ ഫിനാൻഷ്യൽ അഫയേഴ്സിൻ്റെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഇങ്ങനത്തെ ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം അവർ എന്ത് ചെയ്യണം, RBIക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദിസ് ബാങ്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടും, അതായത് RBIയിൽ നിന്ന് ഫിനാൻഷ്യൽ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ ഇവിടെ 1ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. ബാക്കി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല, റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് കേട്ടോ. സോ അതിൻ്റെ ആൻസർ എന്താണ്, സെക്കൻഡ് ബി ആണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇവിടുത്തെ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒത്തിരി ലെങ്തോ കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ നെക്സ്റ്റ് ഡേ വീണ്ടും 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, താങ്ക് യു.